ലക്ഷ്മി, ഇന്ന് രാവിലെ മുതൽ നമ്മൾ കാണുന്നതാണല്ലോ ഈ തിരുവനന്തപുരം അദ്ദേഹത്തിന് നൽകുന്ന യാത്രയയപ്പ്. തിരുവനന്തപുരം മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇന്നലെ ഉച്ചയോടെ ഈ വിവരം അറിഞ്ഞതിന് പിന്നാലെ തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഈ വാഹനം ന്യൂസ് മലയാളം തയ്യാറാക്കിയ പ്രത്യേക ഒരു ബസ്, അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊക്കെ പതിച്ചിട്ടുള്ള ഒരു ബസ് തൊട്ടു മുന്നിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവും വഹിച്ച് വരുന്ന ബസ്സും മറ്റു വാഹനങ്ങളും ഇതിന് പിന്നിലാണുള്ളത്. ഞങ്ങളതിൻ്റെ മുന്നിലാണുള്ളത്. ഇപ്പോൾ PMG ജംഗ്ഷനിൽ, ലക്ഷ്മിക്ക് അറിയാമല്ലോ, PMG ജംഗ്ഷനിൽ കാത്തു നിൽക്കുകയാണ് വലിയൊരു കൂട്ടം ആളുകൾ. ഇതിന് ഒരു സ്പെഷ്യാലിറ്റി ഐ കെയർ ഹോസ്പിറ്റലിന് തൊട്ട് മുന്നിലാണ്, PMGക്ക് മുന്നിൽ ഞങ്ങൾ നിൽക്കുന്നത്. അവിടെ നിറയെ പെൺകുട്ടികളും അവിടെ ജോലി ചെയ്യുന്ന ആ സ്ഥാപനം അപ്പാടെ തന്നെയും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പ്രവർത്തനമൊക്കെ നിർത്തിവെച്ചിട്ട് ആ മുഴുവൻ ആളുകളും പുറത്ത് നിൽക്കുന്നുണ്ട്. VS അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരവും വഹിച്ചു പോകുന്ന വാഹനം അന്നേരം കാണാൻ. നിശ്ചയമായിട്ടും മണിക്കൂറുകൾ ഇത്ര നേരം കഴിഞ്ഞിട്ട് പോലും അദ്ദേഹത്തിൻ്റെ മരണം അറിയിച്ചിട്ട് പുറം ലോകം അറിഞ്ഞിട്ട് ഇത്രയും മണിക്കൂറുകൾ കടന്നുപോയിട്ട് പോലും നമുക്ക് വളരെ വൈകാരികമായുള്ള സന്ദർഭങ്ങളാണ്. മൈക്ക് നീട്ടുമ്പോൾ സംസാരിക്കുന്ന ആളുകൾ, വിതുമ്പുന്ന ആളുകളെ ഇപ്പോൾ പോലും കാണുകയാണ്. ആർക്ക് നേരെയും മൈക്ക് നീട്ടി ഒന്നും ചോദിക്കേണ്ടുന്ന കാര്യമില്ല. അവർ പറഞ്ഞു തുടങ്ങുമ്പോഴേക്ക് അവർ വൈകാരികമാകുന്ന കാഴ്ച ലക്ഷ്മിയും ഇപ്പോൾ നമ്മുടെ സ്ക്രീനിലൂടെ കണ്ടുവല്ലോ, ഫ്രെയിമിലൂടെ കണ്ടുവല്ലോ. അപ്പോൾ ആളുകൾ സംസാരിക്കുന്നുണ്ട്. അതാണ് ആ വൈകാരികമായിട്ടുള്ള സാഹചര്യമാണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. ഇപ്പോൾ VS അച്യുതാനന്ദൻ തിരുവനന്തപുരത്ത് എന്ന് വെച്ചാൽ VS അച്യുതാനന്ദൻ കേരളത്തിൻ്റെ ആകെ VS അച്യുതാനന്ദനാണ്. പക്ഷേ 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ, EMS സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് അതോടൊപ്പമാണ് VS അച്യുതാനന്ദൻ തിരുവനന്തപുരത്തേക്ക് സംസ്ഥാന തലസ്ഥാനത്തേക്ക് വരുന്നത്. കാരണം 1957 വലിയ ഭൂരിപക്ഷവുമായിട്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാർ, EMS സർക്കാർ അധികാരമേൽക്കുമ്പോൾ ആ സർക്കാരിന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടിയത് ആലപ്പുഴയിൽ നിന്നായിരുന്നു. ആലപ്പുഴ ജില്ലയിൽ നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ സീറ്റുകൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ലഭിച്ചത്. അന്ന് ആലപ്പുഴയുടെ ജില്ലാ സെക്രട്ടറിയാണ് VS അച്യുതാനന്ദൻ. അതായത് അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന CPIM ഘടകമാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്, ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്, EMS സർക്കാരിന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിക്കൊടുത്തത്. അതുകൊണ്ട് വളരെ ആത്മാഭിമാനത്തോടെയും ആവേശത്തോടെയുമുള്ള ഒരു ആയിരിക്കണം നിശ്ചയമായിട്ടും VS അച്യുതാനന്ദൻ്റേത്. EMS നമ്പൂതിരിപ്പാട് വരുന്ന വാഹനത്തിന് പിന്നാലെ തന്നെ VS അച്യുതാനന്ദനും അദ്ദേഹത്തിൻ്റെ മറ്റ് സഖാക്കളും അതിന് പിന്നാലെ തിരുവനന്തപുരത്തേക്ക് വരികയാണ്. തിരുവനന്തപുരം പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെയും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രമായിട്ട് മാറുകയാണ്. CPIM കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൻ്റെ ഭാവി ഭാഗധേയങ്ങളെ നിർണ്ണയിക്കുന്ന, കേരളം ഏത് നിലയ്ക്ക് ചലിക്കണം എന്നത് സംബന്ധിച്ച് തീരുമാനിക്കുന്ന വലിയ ഫോഴ്സായിട്ട് വളർന്നു. ആ വലിയ ഫോഴ്സായിട്ട് വളരുന്നതിൽ ഏറ്റവും നിർണായകമായ ശക്തി അന്ന് തൊട്ട് VS അച്യുതാനന്ദനാണ് എന്ന് നമ്മൾ ഓർക്കണം. പിന്നീട് 1967 അമ്പലപ്പുഴയിൽ നിന്ന് നിയമസഭയിലേക്ക്, ഈ പറയുന്ന 57 സംഗതി കഴിഞ്ഞ് 10 കൊല്ലം കഴിയുമ്പോഴേക്ക് 1967 അമ്പലപ്പുഴയിൽ നിന്ന് അദ്ദേഹം MLA ആയിട്ട്, MLA എന്ന നിലയ്ക്ക് സാമാജികനായിട്ട് സഭയിലേക്ക് വരികയാണ്. ആദ്യം വരുന്നത് EMS സർക്കാരിൻ്റെ വിജയത്തിന് കാരണക്കാരായ ജില്ലാ സെക്രട്ടറിമാരിൽ ഏറ്റവും പ്രാമുഖ്യമുള്ള CPIM നേതാവ് എന്ന നിലക്കാണെങ്കിൽ, രണ്ടാമത് 1967 എത്തുമ്പോഴേക്ക് അദ്ദേഹം വരുന്നത് അമ്പലപ്പുഴയിൽ നിന്ന് ഒരു MLA തന്നെയായിട്ടാണ്. ഭാവിയിലെ CPIMൻ്റെയും കേരള രാഷ്ട്രീയത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലേക്ക് വരുന്നതിൻ്റെ വരവ്, അദ്ദേഹത്തിൻ്റെ ഈ ജനപ്രതിനിധി എന്നുള്ള വരവ് 1967 ആരംഭിക്കുന്നത്. പിന്നീട് 1980 അദ്ദേഹം CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആകുന്നു. അതോടെ അദ്ദേഹം സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാമുഖ്യമുള്ള രാഷ്ട്രീയ നേതാവായിട്ട് അങ്ങോട്ട് വളരുകയാണ്. 3 തവണ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി അദ്ദേഹം എന്ന് നമ്മൾക്ക് അറിയാം. 1980 തൊട്ട് 1991 വരെ, 1980 തൊട്ട് 91 വരെ അദ്ദേഹം CPIMൻ്റെ കേരള സംസ്ഥാന സെക്രട്ടറിയാണ്. അതായത് CPIMനെ കേരളത്തിൻ്റെ ഹൃദയത്തിലേക്ക് ആഞ്ഞടിച്ച് തറപ്പിച്ച ഏറ്റവും പ്രാമുഖ്യമുള്ള പ്രധാനപ്പെട്ട നേതാവ് എന്ന നില, ജനപ്രതിനിധി എന്ന നിലക്കാണെങ്കിൽ അങ്ങനെ, CPIMൻ്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആണെങ്കിൽ അങ്ങനെ, ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി എന്ന നിലക്കാണെങ്കിൽ അങ്ങനെ, ആ നിലക്ക് അദ്ദേഹം വളരെ പ്രാമുഖ്യത്തോടുകൂടി തിരുവനന്തപുരം സംസ്ഥാന തലസ്ഥാനത്തെ, രാഷ്ട്രീയ തലസ്ഥാനത്തെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരൊറ്റ ആൾ എന്ന നിലയിലേക്ക് അദ്ദേഹം വളരുകയായിരുന്നു. പിന്നീട് നമ്മൾക്കറിയാവുന്ന VS അച്യുതാനന്ദൻ, നമ്മളെപ്പോലുള്ള ആളുകൾ നമ്മുടെ പ്രായത്തിൽ കണ്ട VS അച്യുതാനന്ദനെ നമുക്കറിയാം. അദ്ദേഹം കേരളത്തിൻ്റെ ആകെ ലീഡറായിരുന്നു ആ ഘട്ടത്തിൽ. നമ്മൾ EK നായനാരെ കാണുന്ന കാലത്ത്, EK നായനാർ ജനപ്രിയനും അങ്ങേയറ്റം സരസമായി സംസാരിക്കുന്നയാളും ആകപ്പാടെ രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള വലിയ ഫാൻ ബേസ് ആ കാലത്ത് ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്ത EK നായനാരുടെ കാലത്ത് 80 തൊട്ട് 91 വരെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു എന്നതുകൊണ്ട് തന്നെ വളരെ കാർക്കശ്യമുള്ള ഒരു കടുപ്പക്കാരനായിട്ടുള്ള നേതാവ് എന്ന നിലക്കാണ് പിന്നെ VS അച്യുതാനന്ദനെ നമ്മൾ കാണുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട്, നായനാരുടെ കാലം കഴിഞ്ഞ് അദ്ദേഹം മാരാരിക്കുളത്ത് തോറ്റുപോവുകയാണ്. 1996 മാരാരിക്കുളത്ത് അദ്ദേഹം തോൽക്കുന്നു. ആ തോൽവി അദ്ദേഹത്തെ വലിയ മറ്റ് ചിന്തകളിലേക്ക് നയിച്ചിട്ടുണ്ടാകണം. രാഷ്ട്രീയമായിട്ട് കേരള രാഷ്ട്രീയത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയത്തിനകത്തും ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു 96 മാരാരിക്കുളത്തെ തോൽവി. മാരാരിക്കുളം CPIMൻ്റെ അതിശക്തമായിട്ടുള്ള കോട്ടയായിരുന്നു. 1900-ഓളം വോട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. അദ്ദേഹമോ പാർട്ടിയോ
അദ്ദേഹത്തോടൊപ്പം നിന്ന പാർട്ടി ഘടകങ്ങളോ പരാജയമൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്ന് മാത്രമല്ല, ആ തെരഞ്ഞെടുപ്പ് വിജയിച്ചതിന് ശേഷം അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട്, സംസ്ഥാന മുഖ്യമന്ത്രിയായിട്ട് 1996 തന്നെ വരേണ്ടതാണ്. പക്ഷേ അത് സംഭവിച്ചില്ല. അങ്ങേയറ്റം അപ്രതീക്ഷിതമായ, രാഷ്ട്രീയം എപ്പോഴും മഹാ അത്ഭുതങ്ങൾ കാത്തുവെക്കുന്നതാണ്. അങ്ങേയറ്റം ഡ്രമാറ്റിക്കായുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത്രയ്ക്ക് ഡ്രമാറ്റിക്കായുള്ള സംഭവം യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിൻ്റെ CPM രാഷ്ട്രീയത്തിനകത്തോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാവുന്ന ഒരു സാഹചര്യത്തിനകത്തോ നേരത്തെ മുമ്പ് ഉണ്ടായിട്ടില്ല. എന്തായാലും അവിടെ പരാജയപ്പെട്ടതോടുകൂടി എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഓർമ്മയിൽ അദ്ദേഹം ടെലിവിഷൻ സ്ക്രീനിന് മുമ്പിൽ ക്യാമറയ്ക്ക് മുമ്പിൽ ഇരുന്നിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിറയെ തുളകൾ വീണ ഒരു ഇന്നർ ബനിയൻ മാത്രം ഇട്ടിട്ട് അദ്ദേഹം സംസാരിക്കുന്ന ആ ദൃശ്യങ്ങൾ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ ഒരു അധ്യായത്തിൻ്റെ ചിത്രീകരണം തന്നെയായിട്ടാണ് പിൽക്കാലത്ത് മാറിയിട്ടുള്ളത്. അദ്ദേഹം അതിനകത്ത് ആളുകൾ വോട്ട് ചെയ്തില്ല, തോറ്റു, പാർട്ടി വിശദമായിട്ട് പരിശോധിക്കും എന്ന് പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങേയറ്റം പരാജിതനായ VS ആയിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ സഖാക്കൾ തന്നെയും അദ്ദേഹത്തെ പരാജയപ്പെടുത്തി. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം നിഷേധിക്കപ്പെട്ടു. അദ്ദേഹം പാർട്ടി ജയിച്ച് പാർട്ടിയുടെ മുഖ്യമന്ത്രി ആയപ്പോൾ മുഖ്യമന്ത്രിയാകുമെന്ന് എല്ലാവരും വിചാരിച്ചിരുന്ന VS അച്യുതാനന്ദൻ MLA എന്ന നിലയ്ക്ക് തന്നെ തോറ്റുപോയിട്ട് ആകപ്പാടെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി. യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് അവിടെ കൊണ്ട് ആ നിലക്കൊന്ന് താഴേക്ക് അദ്ദേഹത്തിന് ഡിക്ലൈനിങ് പീരീഡ് തുടങ്ങേണ്ടതാണ്. കാരണം പ്രായവും അദ്ദേഹത്തിന് അത്ര അനുകൂലമായിരുന്നില്ല, പ്രായം കൂടുതലുണ്ടായിരുന്നു. പക്ഷേ ഡിക്ലൈനിങ് പീരീഡ് തുടങ്ങേണ്ടതാണ്. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടത് അദ്ദേഹം അസാധ്യമായ വലുപ്പത്തിലേക്ക്, അസാധാരണമായൊരു നേതാവ് എന്ന നിലയിലേക്ക് അത്യുജ്വലമായിട്ട് തിരിച്ചു കയറി വരുന്നതാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഹിസ്റ്ററികളിലൊന്ന്. പിന്നീട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ പറയുന്ന CPIM-ൻ്റെ സമ്മേളന കാലങ്ങളാണ്, സംസ്ഥാന സമ്മേളന കാലങ്ങൾ. CPIM-നകത്തെ ആന്തരികമായ രാഷ്ട്രീയത്തെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തേക്ക് വയലൻ്റായി എന്ന് തന്നെ പറയാം. അതായത് വയലൻ്റ് മീൻസ് ആ തരത്തിൽ അധികാര പ്രയോഗത്തിലൂടെ തന്നെയും പിടിച്ചെടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അതൊരു ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്ക് പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം മറ്റൊരു വഴിയിലേക്ക് തിരിയുന്നു. VS അച്യുതാനന്ദന് ബദലായിട്ട് പിണറായി വിജയൻ എന്ന മറ്റൊരു നേതാവ്, അദ്ദേഹത്തിനേക്കാൾ 10-20 വയസ്സ് പ്രായക്കുറവുള്ള ഒരു പുതിയതല്ല, അദ്ദേഹത്തിൻ്റെ ഒരു അനുചരനായിരുന്ന ഒരു നേതാവ് ഉയർന്നു വരികയാണ്. VS അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ പാർട്ടി അച്ചടക്കം തന്നെയും ലംഘിക്കുന്ന വിധത്തിലേക്കുള്ള പ്രസ്താവനകളിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൻ്റെ രാഷ്ട്രീയം പതുക്കെ പാരിസ്ഥിതികമായിട്ടുള്ള സംഗതികളിലേക്കും അതുപോലെ തന്നെ ഈ സ്ത്രീ രാഷ്ട്രീയം പോലുള്ള സൂക്ഷ്മ രാഷ്ട്രീയ സംഗതികളിലേക്കും വികസിക്കുകയാണ്. അതിനകത്തേക്ക് VS അച്യുതാനന്ദൻ സ്വയം പ്ലേസ് ചെയ്യപ്പെടുകയാണ്. സാധാരണഗതിയിൽ 10-70 വയസ്സുള്ളൊരു മനുഷ്യന് പിടിച്ചെടുക്കാനാകാത്ത തരം പുതിയ രാഷ്ട്രീയത്തിൻ്റെ പാദരക്ഷകളിലേക്ക് അദ്ദേഹം അതിവേഗത്തിൽ മാറുകയും അതിനനുസരിച്ച് സംസ്ഥാനത്തിൻ്റെ ആകെ രാഷ്ട്രീയത്തെ അദ്ദേഹത്തിൻ്റെ രീതികളിലേക്ക് മാറ്റുന്നതാണ് പിന്നെ നമ്മൾ കണ്ടത്. പക്ഷേ അത് അങ്ങേയറ്റം അദ്ദേഹത്തിൻ്റെ എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ നയിച്ചിരുന്ന മനുഷ്യത്വം എന്ന മനുഷ്യസ്നേഹം എന്ന സംഗതിയിൽ അധിഷ്ഠിതമായി തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ രാഷ്ട്രീയം പോയത് എന്നും നമ്മൾ ഈ ഘട്ടത്തിൽ കാണുകയാണ്.